ഒന്ന് അവർ വളരെ വയലൻ്റായിട്ട് പ്രതികരിക്കും. മതം മാറുന്നവർ ചിലപ്പോൾ മാറിയെന്ന് വരും, ബട്ട് അതിൻ്റെ കോൺസിക്വൻസസ് അതിഭീകരമായിരിക്കും. വയലൻസ് മാത്രമല്ല, മുസ്ലിങ്ങളെ മതം മാറ്റാനും പ്രയാസമാണ്. കാരണം അവരുടെ ദൈവം ഒരു വല്ലാത്ത ദൈവമായിട്ടാണ് അല്ലാഹു. ഭയങ്കര ശിക്ഷയാണ് ഇതൊക്കെ ഈ വിശ്വാസത്തിൽ നിന്ന് മാറി. മതം മാറുന്നവനെ കൊല്ലണമെന്നുണ്ട്. മതം മാറുന്നവനെ കൊല്ലണം. മാത്രമല്ല, അല്ലാഹുവിൻ്റെ ശിക്ഷ അതിലും ഭയങ്കരമാണ്. മരണശേഷം മതം മാറിയവനെ ഇവർ കൊന്നു കഴിഞ്ഞിട്ടാണല്ലോ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. അപ്പോൾ ആ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ ശിക്ഷ അതിലും ഭയങ്കരമാണ്. ഈ രീതിയിലൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതേസമയം ഹിന്ദുക്കളിൽ ഇപ്പം നിങ്ങൾ ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ ശിവനോ വിഷ്ണുവോ ഒന്നും നിങ്ങളുടെ പിന്നാലെ വരാൻ പോണില്ല. മറ്റ് ഹിന്ദുക്കളും വരില്ല. അമ്പലക്കം പറ്റി വെട്ടാനും വരത്തില്ല, ആരും ചോദിക്കാനില്ല. സോഫ്റ്റ് ടാർഗറ്റാണ്. അതാണ് എളുപ്പം. അതുകൊണ്ടാണ് ഈ അയങ്കണ്ട സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഈ ഛത്തീസ്ഗഡിൽ 1968 മതപരിവർത്തന നിരോധന നിയമം. മധ്യപ്രദേശിൽ അതിന് മുമ്പ് വന്നതാണ്. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഒക്കെ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഓരോന്നായിട്ട് പല സ്ഥലത്തും ഗോവധ നിരോധനവും വന്നു, മതപരിവർത്തന നിരോധനവും വന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.